കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എന്താണ് എക്കണോമിക്സിന്റെ ഫസ്റ്റ് പാർട്ടായ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്ന എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെ 1950 മുതൽ 1990 വരെ 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗ്രോത്തിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യക്ക് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 മുമ്പ് ഏകദേശം 200 കൂടുതൽ വർഷം, 200 പരം വർഷം എന്തായിരുന്നു? ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു. ആരാധിപത്യത്തിലായിരുന്നു? ബ്രിട്ടീഷ് അവകാശം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണഘടനയുടെ നിലവിലായിരുന്നു എന്ത് പോയിക്കൊണ്ടിരുന്നത്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് സമ്പദ് വൽക്കരണം അല്ലെങ്കിൽ എന്ത് നടന്നുകൊണ്ടിരുന്നത്? കമ്പോളവൽക്കരണവും എല്ലാം നടന്നുകൊണ്ടിരുന്നത് എന്തിന്റെ അവസ്ഥയിലായിരുന്നു? ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥ രീതിയിലായിരുന്നു. അപ്പൊ എന്തായി? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് അവരുടെ പിടി അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷുകാരുടെ ആ സമ്പദ് വ്യവസ്ഥ അവരെന്ത് ചെയ്തു? പിൻവലിക്കുകയും അവർ സ്വന്തം നാട്ടിലേക്ക് ചലിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? ഒരു സമ്പദ് വ്യവസ്ഥ ആ സമയത്തില്ല. കാരണം എന്താണ്? ഈ പണത്തിന്റെ ദൗർലഭ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണ് എമൗണ്ട് ജനസംഖ്യക്കനുസരിച്ച് ജനസംഖ്യ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കുറവായിരുന്നു. നമുക്കിനി എന്ത് ചെയ്യണം? ഒന്നുകൂടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണം. അപ്പം ഇന്ത്യയിലെ എന്താണ് പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യം അല്ലെങ്കിൽ പാർലമെന്ററി ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേതാക്കൾ, ഇന്ത്യയുടെ പാർലമെന്ററി ഡെമോക്രസി അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ പാർലമെന്റിലെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന സർ ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കളും ചേർന്ന് ഇന്ത്യക്ക് ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യക്ക് ഗ്രോത്ത് സാധ്യമാക്കുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ അവർ പുതിയൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വ്യവസായ വികസന നിയന്ത്രണ നിയമവും അതേ കണക്ക് തന്നെ 1948 ഇതും അതേ കണക്ക് തന്നെ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കും? പൊളിറ്റിക്കൽ സയൻസിൽ അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്സിൽ പഠിക്കുന്ന അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 എന്നറിയപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങൾ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിന്റെ ഫലമായി ഇന്ത്യക്ക് ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സമ്പദ് ഘടന അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റം വേണമെന്ന് അവരെന്ത് ചെയ്തു? തീരുമാനമെടുക്കുകയുണ്ടായി. ഈ എക്കണോമിക് സിസ്റ്റം എത്ര തരത്തിലുണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഈ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നതെന്ന് അവരെന്ത് ചെയ്തു? കുറച്ച് ചോദ്യങ്ങൾ ഉരുവിട്ട് വന്നു. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ആണ് എക്കണോമിക് സിസ്റ്റത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നൽകേണ്ടത്. അപ്പൊ ഈ എക്കണോമിക് സിസ്റ്റം വരുന്നതിന് മുമ്പ് എക്കണോമിക് സിസ്റ്റം പ്ലാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പ്ലാനിംഗ് കമ്മീഷൻ വേണം. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന് രൂപം നൽകിയത് 1950 മാർച്ച് 15 ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് വെച്ചാൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിങ്ങിന്റെ മലയാളം ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1950 മാർച്ച് 15 1950 മാർച്ച് 15 ഇന്ത്യയിൽ എന്ത് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഡേറ്റ് ഓർമ്മിക്കുക, 1950 മാർച്ച് 15. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ആയിരിക്കും അല്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രധാനമന്ത്രി ആയിരിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? സർ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്ന സർ ജവഹർലാൽ നെഹ്റുവിന്റെ ഇതിലാണ് എന്തുകൊണ്ടായിരുന്നു ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വ്യവസായ വികസന നിയന്ത്രണ നിയമം 1948. ഇതിന്റെ സമൂല ഫലമായി ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഒരു എക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പൊ എക്കണോമിക് സിസ്റ്റം എന്ത് രീതിയിൽ ചൂസ് ചെയ്യണം എന്നുള്ളത് അവരുടേതായ ഒരു തിങ്കിങ് വന്നു.
അപ്പൊ അവരുടെ തിങ്കിങ് എന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റം നമുക്കിപ്പോ അന്ന് നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റം പ്രധാനമായും 3 തരത്തിലായിരുന്നു. അപ്പൊ ഈ എക്കണോമിക് സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാധനങ്ങളും സേവനം ഗുഡ്സ് ആൻഡ് സർവീസ് അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ വരെ ഗുഡ്സ് ആൻഡ് സർവീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യനുകളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഹൗ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ്, എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എന്താണ് ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് ആൻഡ് സർവീസ്, എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസ് വിതരണം ചെയ്യും. ഈ 3 ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, വാട്ട്, ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പൊ ഇതിന്റെ ഫലമായി അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമായും എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള അന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്, എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് 3 സമ്പദ് വ്യവസ്ഥകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേന്ന് പറയാം ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയും, രണ്ടാമത്തേത് സോഷ്യലിസ്റ്റിക് എക്കണോമിയും, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ മിക്സഡ് എക്കണോമി. ഒന്നാമത്തെ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും, രണ്ടാമത്തേത് എന്താണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയും, മൂന്നാമത്തേത് എന്ന് പറയുന്നത് മിക്സഡ് എക്കണോമി, മുതലാളിത്തവും സോഷ്യലിസവും ചേർന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള മിക്സഡ് എക്കണോമിക്കിലേക്കാണ് ഫോർവേഡ് എന്നാണ് അതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അപ്പം ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു കണക്കുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന സോഷ്യലിസം എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്ത സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രത്തിലാണ്. ആ സോഷ്യലിസത്തോട് ഒരു പ്രത്യേക മമത ആർക്കുണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റുവിന് ഒരു പ്രത്യേക ഇഷ്ടം അതിനോട് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം മെയിനായി ഫോക്കസ് ചെയ്തത് ഈ സോഷ്യലിസത്തിലേക്കായിരുന്നു. ഈ സോഷ്യലിസവും പാർലമെന്ററി ജനാധിപത്യവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇഷ്ടം എന്തിനോടുണ്ടായിരുന്നു, അന്ന് സോഷ്യലിസം ഇന്ത്യയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന കൂട്ട നേതാക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അന്നത്തെ ഭരണ തലവന്മാർക്ക് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യോജിച്ചിരുന്ന നേതാക്കന്മാർക്ക് പക്കാ സോഷ്യലിസം മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് സ്വദേശത്തിന്റെ ഡ്രോബാക്കുകൾ പിൻവലിച്ചുകൊണ്ട് സോഷ്യലിസത്തിന്റെ നല്ല നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിനോടൊപ്പം എന്തുകൂടെ മിക്സ് ചെയ്ത് മുതലാളിത്തത്തിന്റെ അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ സ്വകാര്യ വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് കൂടെ ചേർത്ത് എന്ത് ചെയ്ത് പുതിയൊരു സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകി. അതാണ് മിക്സഡ് എക്കണോമി. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? അപ്പൊ മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അവരെന്തെങ്കിലും മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് കാൽ വെക്കുകയാണ്. അപ്പൊ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട്, ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി ആയാലും എന്ന് വെച്ചാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ആയാലും സോഷ്യലിസം ആയാലും അതിനെന്തുണ്ട്, ഒരു ഡ്രോബാക്ക്, ഒരു നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടിന്റെയും പോസിറ്റീവ് സൈഡ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മിക്സഡ് എക്കണോമിയിലേക്ക് പോയി. ഇന്ത്യ പ്യുവറായും സോഷ്യലിസത്തിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇന്ത്യക്ക് അത്രയധികം എമൗണ്ട് ഇല്ല, അത്രയധികം ഇൻവെസ്റ്റ്മെന്റോ ഇന്ത്യയിലില്ല. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു സ്വകാര്യ പങ്കാളിത്തം വേണം. പക്ഷെ അത് എപ്പോഴും എന്തായിരിക്കണം, ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കണം. എന്തിന്റെ അണ്ടറിലായിരിക്കണം, ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കണം. അങ്ങനെയാണ് ഇന്ത്യ എന്തിലേക്ക് പോയി, ഒരു പബ്ലിക് സെക്ടർ എന്ന റിലേറ്റിൽ നിന്നും ഒരു പൊതുമേഖലാ രീതിയിലേക്ക് പോകുവാൻ അവരെന്ത് ചെയ്തത്, തീരുമാനമെടുത്തത്. പ്യുവർ ഗവൺമെന്റ് ആകാതെ പങ്കാളിത്ത രീതിയിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ എന്താണ് മിക്സഡ് രീതിയിലുള്ള എക്കണോമിയിലേക്ക് പോകുവാൻ. കാരണം എന്താണ്, സ്വകാര്യ വ്യക്തികൾക്ക് പണം ഉണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുക. നമ്മുടെ ഗവൺമെന്റ് ഡെവലപ്മെന്റിന് ആ പണവും കൂടെ യൂസ് ചെയ്യുക. കാരണം എന്താണ്, ഇന്ത്യ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തു പോയ ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യമാണ് ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 1950 പ്ലാനിംഗ് കമ്മീഷൻ വന്ന ശേഷം, പ്ലാനിംഗ് കമ്മീഷനെ തുടർന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻ എന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ. ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യ എന്ന രാഷ്ട്രത്തിലാണ്. ഇന്നത്തെ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് 5 ഇയർ പ്ലാൻ എന്ന അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന ഈ പദ്ധതി കടം കൊണ്ടിരിക്കുന്നത്. ഈ 5 ഇയർ പ്ലാൻ എന്ന പദ്ധതി റഷ്യയിൽ അവതരിപ്പിച്ച വ്യക്തി ഒരു PSC ക്വസ്റ്റ്യൻ ആണ്, ജോസഫ് സ്റ്റാലിനാണ്. 5 ഇയർ പ്ലാൻ എന്ന പദ്ധതി റഷ്യ
റഷ്യയിൽ അവതരിപ്പിച്ചത്. ഈ പഞ്ചവത്സര പദ്ധതി ഇന്ത്യ എന്ത് ചെയ്തു? കടമെടുത്തു. ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കാർഷികവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1-നാണ്. 1951 ഏപ്രിൽ 1-ന് ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയുള്ള ഏകദേശം 11 പഞ്ചവത്സര പദ്ധതികളുണ്ട്. ഈ 11 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചും 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. ആ 12 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചും നമ്മൾ അപ്ഡേറ്റഡ് ടെസ്റ്റിൽ 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. ആ 12 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നതാണ്. അതിനിടെ റോളിംഗ് പ്ലാൻ ഉണ്ട്, പ്ലാൻ ഹോളിഡേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇത്തിരി ഡീപ്പായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ സംഭരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ ഉയർച്ച എന്താണ്, ആ ഉയർച്ചയുമായി റിലേറ്റ് ചെയ്തുള്ള പോളിസികൾ എന്താണ്, ആ പോളിസികൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ എന്താണ്, എന്തുമാത്രം ഗ്രോത്ത് ഇന്ത്യ അച്ചീവ് ചെയ്തു, എന്തുമാത്രം ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്തു, ദാരിദ്ര്യം എത്രമാത്രം കുറച്ചു ഇന്ത്യ, അതിനെ കുറിച്ചാണ് പഠിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലെ എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നാൽ ഫസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ എക്കണോമിക് സിസ്റ്റം. ഫസ്റ്റ് നമുക്ക് പഠിക്കാം ക്യാപിറ്റലിസം, മുതലാളിത്തം. മുതലാളിത്തം എന്ന് പറയുന്നത് മുതലാളിമാരല്ല. ആ മുതലാളിത്തം, നമ്മളൊരു മാർക്കറ്റിൽ ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു, അതിന്റെ എല്ലാ ക്വാളിറ്റികളും അത് എന്തുമാത്രം രൂപയ്ക്ക് വിൽക്കണമെന്നുള്ളതും അത് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതും തീരുമാനിക്കുന്നത് ഫുൾ ആരാണ്? മുതലാളിമാർ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളാണ്. ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് എന്താണ്? ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിമാർക്കാണ് മുഴുവൻ അവകാശവും അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം ഉള്ളത്. അതാണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക്ക് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ സോഷ്യലിസ്റ്റിക് എക്കണോമി. സോഷ്യലിസം, പക്കാ സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗവൺമെന്റ് പൊതു നന്മയ്ക്കായി അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ നേഷൻ പൊതു നന്മയ്ക്കായി അവരാണ് മാർക്കറ്റിന് എന്ത് പ്രൊഡക്റ്റ് വേണമെന്ന് തീരുമാനമെടുക്കുന്നത്. അല്ലാതെ പർച്ചേസിംഗ് പവറോ അല്ലെങ്കിൽ ആളുകളുടെ എമൗണ്ട് നോക്കിയോ അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും ഒരേ കണക്കിന് വസ്തുക്കൾ കിട്ടണമെന്നുള്ളതാണ് സോഷ്യലിസം കൊണ്ടുള്ള. ഉള്ളവൻ ഇല്ലാത്തവന് നൽകുക എന്ന രീതിയിലേക്ക് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ പാവപ്പെട്ടവരും സമൂഹത്തിലെ പാവപ്പെട്ട പുവറായിട്ടുള്ളവർക്കും റിച്ച് ആയിട്ടുള്ളവർക്കും എന്ത് ഒരേ കണക്കിന് വസ്തുക്കൾ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ നിന്ന് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരെയും തുല്യരായി കണക്കാക്കുക എന്ന രീതിയിലേക്ക്. ഈ സോഷ്യലിസം ആശയം നമ്മൾ കടമെടുത്തിരുന്ന സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ റഷ്യ എന്നാണ്. ഇന്ന് ലോകത്തിലെ സോഷ്യലിസ്റ്റ് കൺട്രികൾ എന്ന് പ്രധാനമായും പറയുന്നത് ക്യൂബയും ചൈനയുമാണ്. നമ്മൾ എക്സാമ്പിളുകൾ ചോദിച്ചാൽ ക്യൂബയും ചൈനയും സോഷ്യലിസ്റ്റ് എക്കണോമി ഫോളോ അപ്പ് ചെയ്യുന്ന 2 രാജ്യങ്ങളാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെക്കാളും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്കാണ് ഇന്ത്യ എന്ത് ചെയ്തത്? പ്രാധാന്യം നൽകുന്നത്. പക്ഷെ എന്താണ്? സോഷ്യലിസത്തിനും ഡ്രോബാക്കുകൾ ഉണ്ട്. ആ ഡ്രോബാക്കുകൾ മറവ് ചെയ്തുകൊണ്ട് എന്താണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി സോഷ്യലിസവും പിന്നെ എന്തോ എക്കണോമിക്സ് സോഷ്യലിസവും അതേ ക്യാപിറ്റലിസമായ മുതലാളിത്തവും തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ടതാണ് മിക്സഡ് എക്കണോമി. അത് ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്ററി സമ്പ്രദായം ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയെ സ്വീകരിക്കാൻ എന്ത് ചെയ്തു? തീരുമാനമെടുക്കുകയും ഇന്ത്യയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന മിക്സഡ് എക്കണോമിയാണ്. മാർക്കറ്റിന് ആവശ്യമായ തീരുമാനങ്ങൾ സ്വകാര്യ മേഖല തീരുമാനമെടുക്കുമ്പോഴും അതിനെന്ത് ചെയ്യണം? ഗവൺമെന്റ് അണ്ടർ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് ഇപ്പൊ എന്താണ്? മാർക്കറ്റിലേക്ക് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു പങ്ക് കൊടുക്കുവാൻ ഒത്തില്ല എങ്കിൽ അത് ആര് കൊടുക്കുന്നു? ആ വ്യക്തി, ആ സ്വകാര്യ വ്യക്തി കൊടുക്കാൻ ആ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഗവൺമെന്റ് അപ്പൊ അവർ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മിക്സഡ് എക്കണോമി പോകുന്നത്. അപ്പൊ അവിടെ ഗവൺമെന്റിനും അല്ലെങ്കിൽ സ്റ്റേറ്റിനും ആ സ്വകാര്യ വ്യക്തിക്കും മാർക്കറ്റിൽ ഒരേ പവറാണ് കിട്ടുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റും രണ്ടുപേർക്കും എന്താണ്? ഒരേ രീതിയിലായിരിക്കും. അങ്ങനെയാണ് പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ തമ്മിൽ യോജിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് എന്ന് പറയുന്ന മിക്സഡ് എക്കണോമിയിൽ പറയുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യും? മിക്സഡ് എക്കണോമി എന്താണ്, അതേ കണക്കിന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചും 5 ഇയർ പ്ലാനുകളെ കുറിച്ചും വ്യക്തമായ ഒരു രീതിയിലെ ക്ലാസ്സുകളിലേക്ക് പോകുന്നതാണ്.